ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ECA സ്വീഡൻ്റെ ലീഗ് മാച്ചസിൻ്റെ ലാസ്റ്റ് ദിവസമാണ് കേട്ടോ. ഇതിലിപ്പോൾ 5 ടീമുകളാണ് ഇതുവരെ മത്സരിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ 4 ടീമുകളായിരിക്കും അടുത്ത റൗണ്ടിലേക്ക് കയറണത്. അപ്പോൾ അതിൽ നമ്മുടെ IPL പോലെ തന്നെയാണ് അവരുടെ സെമി ഫൈനലൊക്കെ വരണത്. ഒരു ആദ്യത്തെ 1ഉം 2ഉം ടീം തമ്മിൽ മത്സരിച്ച് അതിലൊരു ടീം ക്വാളിഫയർ 1ലേക്ക് കയറും. പിന്നെ ഒരു എലിമിനേറ്ററിൽ 3ഉം 4ഉം റാങ്കുകാർ മത്സരിക്കും. അപ്പോൾ ഇതിൽ HUD ഓൾറെഡി ക്വാളിഫൈഡ് ആയിട്ടുണ്ട്. അവരുടെ 8 മത്സരങ്ങൾ കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ടീമുകളുടെ കളികളാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളികൾ നോക്കുകയാണെങ്കിൽ 1-2 കളികളൊക്കെയാണ് മെയിനായിട്ട് പ്രാധാന്യമുള്ളത്. അത് കഴിഞ്ഞ് ബാക്കിയുള്ള കളികളിൽ ചിലപ്പോൾ പുതിയ പ്ലേയേഴ്സിനൊക്കെ ചാൻസ് കൊടുക്കാനും ഇതുവരെ ചാൻസ് കിട്ടാത്തവർക്ക് നേരത്തെ ഇറങ്ങാനും അങ്ങനെയൊക്കെയുള്ള ചാൻസുകളുണ്ട്. അപ്പോൾ ഇന്നത്തെ കളികൾ അധികം ഇൻവെസ്റ്റ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ GL ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലെന്തായാലും ഞാൻ ഇന്നത്തെ 5 കളിയിലെയും ഒരു ബേസ് ടീം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം, നിങ്ങളതനുസരിച്ച് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യത്തെ മത്സരം ആൽബി സൽമി JCC തമ്മിലാണ് ആദ്യത്തെ മത്സരം. അപ്പോൾ ഇതിൽ ആൽബി സൽമി ജയിക്കാനാണ് ചാൻസ് വളരെ കൂടുതലും. അവർ തന്നെ ജയിക്കും. അപ്പോൾ അവരുടെ പ്ലേയേഴ്സിനെ തന്നെ എന്തായാലും മാറ്റിയും തിരിച്ചൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അതിൽ ഈ മാർക്ക് ചെയ്തേക്കുന്ന 3 പ്ലെയേഴ്സാണ് മെയിനായിട്ടുള്ളത്. അതിൽ ഈ ഗുലാമി എന്ന് പറഞ്ഞ പ്ലെയർ അത്യാവശ്യം ഫ്രാൻസിൻ്റെ നല്ലൊരു പ്ലെയറാണ്. ഇതുവരെ നല്ലൊരു പെർഫോമൻസ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഓപ്പണിംഗ് അല്ലെങ്കിൽ 1 ഡൗൺ ആയിരിക്കും മിക്കവാറും ഇറങ്ങണത്. അപ്പോൾ എന്തായാലും ഒരു ഇന്നത്തെ ദിവസത്തിൽ നല്ലൊരു ഇന്നിങ്സ് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കളി കളിച്ചില്ലെങ്കിൽ തന്നെ നിങ്ങൾ അടുത്ത കളിയിൽ ഗുലാമീനെ എന്തായാലും ക്യാപ്പ് ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ ഇതിൽ മറ്റ് മാർക്ക് ചെയ്തേക്കുന്ന പ്ലെയേഴ്സിനെ ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ ഫറൂഖ് അഹമ്മദിനെ നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്ത് നോക്കാം. പക്ഷേ GL എന്തായാലും ട്രൈ ചെയ്യണം. അത്യാവശ്യം നല്ലൊരു പ്ലെയറാണ്, പക്ഷേ ഇതുവരെ നല്ലൊരു പെർഫോമൻസ് വന്നിട്ടില്ല. അപ്പോൾ നല്ലൊരു പെർഫോമൻസിന് ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബാറ്റിംഗ് ഓർഡർ നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല, തോന്നണ പോലെയൊക്കെയാണ് ഇറങ്ങണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരെയും മാറ്റി മാറ്റി ട്രൈ ചെയ്യുന്നതായിരിക്കും നല്ലത്, ഒരാൾ തന്നെ നോക്കാണ്ട്. ബോളർമാർ ഇനി അവർക്ക് ബോളിംഗ് ആണ് ആദ്യമെങ്കിൽ ബോളർമാരെയൊക്കെ വെച്ച് ക്യാപ്പും വീശിയും വെച്ച് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം നല്ല പ്ലെയേഴ്സിനെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലെയർ എന്ന് പറഞ്ഞാൽ ഫറൂഖ് അഹമ്മദാണ്. ഈ താഴെ കൊടുത്തേക്കണ 4 ബാക്കപ്പ് പ്ലെയേഴ്സിന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനി രണ്ടാമത്തെ മത്സരം RPHSും MARും തമ്മിലാണ്. അതിൽ RPHX ആണ് നല്ല ടീമായിട്ടുള്ളത്. അപ്പോൾ അവരുടെ പ്ലെയേഴ്സിനെ 3 മെയിൻ ടോപ്പ് ഓർഡറിൽ ഇറങ്ങുന്ന 3 പേരും അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നവരാണ്. അതുപോലെ തന്നെ അതിൽ 2 പേര് S യാദവും D ലഖാനിയും ബാറ്റിങ്ങും ബോളിങ്ങും ചെയ്യും. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് രണ്ടിലും പോയിൻ്റ് കിട്ടാൻ ചാൻസ് ഉള്ള പ്ലെയേഴ്സാണ്. അപ്പോൾ അവരെ 2 പേരും തന്നെ കൂടുതലായിട്ട് നോക്കാം. അതുപോലെ P സംഖ്യ അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ഈ ഓപ്പോസിറ്റ് ടീം അത്ര നല്ല ടീമല്ല, അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇവർക്ക് പോയിൻ്റ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് നല്ല ആദ്യം ബാറ്റിംഗ് ഒക്കെ ആണെങ്കിൽ. അപ്പോൾ എന്തായാലും മാർക്ക് ചെയ്ത പ്ലെയേഴ്സിനെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ മാറ്റാൻ പറ്റുന്ന 2 പ്ലെയേഴ്സ് എന്ന് പറഞ്ഞാൽ ദുപ്പറും U മുസമ്മലുമാണ്. അവരെ മാറ്റിയിട്ട് പിന്നെ ഒരു മെയിൻ പ്ലെയർ MARൻ്റെ മെയിൻ പ്ലെയർ കഴിഞ്ഞ മാച്ചിൽ കളിച്ചിട്ടുണ്ടായില്ല, എന്ന് കളിക്കണുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും ആ പ്ലെയറിനെയും കൂടി വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ മൂന്നാമത്തെ മത്സരം JCCയും ആൽബി സൽമിയും തമ്മിലാണ്. അതിൽ മാർക്ക് ചെയ്ത് ആൽബി സൽമിയുടെ പ്ലെയേഴ്സിനെ തന്നെ വെച്ച് ട്രൈ ചെയ്ത് നോക്കാം. കൂടുതലും ആൽബി സൽമി 1 സൈഡായിട്ട് തന്നെ ജയിക്കാനാണ് ചാൻസ്. ഇനി ഈ ആദ്യത്തെ കളി അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പുതിയ പ്ലെയേഴ്സിനൊക്കെ ചാൻസ് കൊടുക്കാനും, അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇതിൽ ബാറ്റിംഗ് ഓർഡറൊക്കെ വളരെ ചേഞ്ച് വരും. അതുപോലെ പുതിയ ബോളേഴ്സിന് ചിലപ്പോൾ ഇതുവരെ ബോൾ ചെയ്യാത്തവർക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നാലാമത്തെ മത്സരം RPHXും JCCയും തമ്മിലാണ്. ഇത് ചിലപ്പോൾ അത്യാവശ്യം ടൈറ്റ് ആയിട്ടുള്ളൊരു മാച്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം 2 ടീമിനും റാങ്കിങ്ങിൽ കയറാനുള്ളൊരു ചാൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇത് അത്ര പ്രാധാന്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിൽ മാർക്ക് ചെയ്ത പ്ലെയേഴ്സിനെ വെച്ച് നോക്കാം. അതിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ J നസീറും ദുപ്പറുമാണ്. അവരെ 2 പേരെ മാറ്റിയിട്ട് പുതിയ പ്ലെയേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. മെയിനായിട്ട് മാർക്ക് ചെയ്തേക്കണ S യാദവും ലഖാനിയും തന്നെ, അവരെ 2 പേരെ വെച്ച് തന്നെ കൂടുതലും ക്യാപ്പും വീശിയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ പുതിയ പ്ലെയേഴ്സിന് ചാൻസ് കിട്ടാനുള്ള ഇതുള്ളതുകൊണ്ട് അവരെയും കൂടി ആഡ് ചെയ്യാനായിട്ട് നോക്കാം. ഇനി ഇന്നത്തേലെ 5ാമത്തെ മത്സരം ആൽബി സൽമി RPHXും തമ്മിലാണ്. ഇത് 2 ടീമുകളും അത്യാവശ്യം നല്ല ടീമുകളാണ്.
അതിൽ ആൽബി സൽമയുടെ പ്ലേയേഴ്സിന് തന്നെ ലാസ്റ്റ് മത്സരമാണ്. ഇതിൽ അത്ര പ്രാധാന്യമുള്ള മത്സരമല്ല. അതുകൊണ്ട് തന്നെ പുതിയ പ്ലേയേഴ്സൊക്കെ കുറേ ചാൻസ് കിട്ടാൻ വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ടീമൊന്നും ഇറക്കാണ്ട് ജസ്റ്റ് GL മാത്രം ട്രൈ ചെയ്ത് നോക്കുക. ഇതിലുള്ള ഏതെങ്കിലും പ്ലേയേഴ്സിനൊക്കെ ചേഞ്ചൊക്കെ ചെയ്ത് നോക്കുക. ചിലപ്പോൾ ഏതെങ്കിലും പ്ലേയേഴ്സ് പുതിയതായിട്ട് വരാനും അതുപോലെ ഇതിലുള്ള മെയിൻ പ്ലേയേഴ്സ് റെസ്റ്റ് എടുക്കാനും ചാൻസ് ഉണ്ട്. ഇന്നത്തെ 5 മത്സരങ്ങൾ ഇതാണ്. എന്തായാലും നമുക്ക് നാളെ കൂടുതലായിട്ട് നോക്കാം. ഇന്നത്തെ അത്ര പ്രാധാന്യമായിട്ട് നോക്കാൻ ചാൻസ് കുറവുള്ളതായതുകൊണ്ടാണ് അധികം പറയാത്തത്. നിങ്ങൾ എന്തായാലും GL ഒക്കെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇന്നുള്ളതിൽ ന്യൂസിലൻഡും സൗത്ത് ആഫ്രിക്കയും തമ്മിൽ 3 സീരീസിലെ ഫൈനൽ മാച്ച് നടക്കുന്നുണ്ട്. അതിൽ ന്യൂസിലൻഡ് തന്നെ ജയിക്കാനാണ് ചാൻസ് വളരെ കൂടുതലും. അപ്പോൾ അവരുടെ പ്ലേയേഴ്സിനൊക്കെ വെച്ചിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അത് കൂടുതലായിട്ട് ഞാൻ പറയണില്ല, കാരണം ഒരുപാട് നല്ല പ്ലേയേഴ്സുള്ള മാച്ചാണ്. അപ്പോൾ നമുക്ക് കോമൺ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ തന്നെ എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ഈ ഒരു ടീമാണ് ഞാൻ ബേസ് ടീമായിട്ട് വെച്ചാണ്. ഇതിൽ നിങ്ങൾക്ക് താഴെ കൊടുത്തേക്കുന്ന പ്ലേയേഴ്സിനെ റീപ്ലേസ് ചെയ്യാം. ടോസും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയും മത്സരങ്ങളാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിനെയൊക്കെ വെച്ച് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും പുതിയ സീരീസൊക്കെ വരുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് നോക്കാം. എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റിൽ പറയുക. ഇപ്പോൾ നമ്മളധികം കൂടുതലായിട്ട് അങ്ങനെ നോക്കണില്ല, എന്നാലും ജസ്റ്റ് ഞാൻ വീഡിയോ ആയിട്ട് ഇടണമെന്നുള്ളൂ. ഇനി തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ മാച്ചുകൾ നോക്കുകയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് പറയുകയൊക്കെ ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ തന്നതിന് നന്ദി. താങ്ക് യു.